പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പരിശുദ്ധാത്മാവ് സഭയെ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രത്യേകത കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ശുശ്രൂഷകൾ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ സഭയിൽ രൂപപ്പെട്ട നവ്യമായിട്ടുള്ള ശുശ്രൂഷകളാണ്. യുവജനങ്ങളുടെ ഇടയിൽ ഒരു പുതിയ മുന്നേറ്റമായി തീർന്ന ജീസസ് യൂത്ത്, ടീനേജേഴ്സിന് വേണ്ടി രൂപം കൊണ്ട ക്രിസ്റ്റീൻ, നിരവധിയായ ധ്യാനമന്ദിരങ്ങൾ, ആകാശപ്പറവകൾ പോലെയുള്ള ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് സഭയ്ക്ക് കിട്ടിയപ്പോൾ രൂപം കൊണ്ടതാണ്. ഷാലോം പോലെയുള്ള മീഡിയ മിനിസ്ട്രികൾ ഒരുപക്ഷെ 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ്. എന്നാൽ ദൈവാത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ അടയാളമാണ് ഈ ശുശ്രൂഷകളൊക്കെ. നമ്മൾ ഇന്നലെ ചെയ്ത ശുശ്രൂഷകൾ അതേപടി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. കാലഘട്ടത്തിനനുസരിച്ച് ലോകമുയർത്തുന്ന വെല്ലുവിളികൾ നേരിടുവാൻ പുതിയ ശുശ്രൂഷകൾ സഭയിൽ രൂപം കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇത് മാനുഷികമായ രീതിയിൽ രൂപപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ ആത്മാവാണ് സഭയിൽ കാലാകാലങ്ങളായി പുതിയ ശുശ്രൂഷകൾ, പുതിയ സന്യാസ പ്രസ്ഥാനങ്ങൾ ഒക്കെ രൂപപ്പെടുത്തുന്നത്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അല്ല. ഇതിൻ്റെ എല്ലാം ഫലമായി കഴിഞ്ഞ നാളുകളിൽ സഭയിൽ വലിയ ഉണർവുണ്ടായി, വലിയ മുന്നേറ്റങ്ങളുണ്ടായി. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ഇനിയും പുതിയ ശുശ്രൂഷകൾ രൂപപ്പെടണം. നിലവിലുള്ള ശുശ്രൂഷകൾക്ക് പുതിയ തലങ്ങളിലേക്ക് ഉയരുവാനായിട്ടുള്ള വലിയ ശക്തി ആവശ്യമായിട്ടിരിക്കുന്നു. ഇത് എങ്ങനെ സംഭവിക്കും? വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകത്തിലേക്ക് സഭ കടന്നു വരണം. മാനുഷികമായ ശക്തി കൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ ദൈവ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എവിടെ ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ആശ്രയം ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ്റെ എക്സ്പീരിയൻസിലും അറിവിലും കഴിവിലും ആശ്രയം വെക്കാൻ തുടങ്ങുന്നു, അപ്പോൾ മുതൽ സഭയിലെ ശുശ്രൂഷകൾ ക്ഷയിച്ചു പോകാൻ തുടങ്ങും, വഴിമുട്ടുന്ന അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ട് നിലവിലുള്ള ശുശ്രൂഷകളിൽ പുതിയ ഉണർവും കാലഘട്ടത്തിനനുസരിച്ചുള്ള വളർച്ചയുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ. സന്യാസ സമൂഹങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ ആദിമ ചൈതന്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും, യാന്ത്രികത സന്യാസ ജീവിതത്തിൽ വരും. ഈ സന്യാസ സമൂഹങ്ങൾക്ക് കാലഘട്ടമുയർത്തുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ അവർക്കും വീണ്ടും ഒരു പെന്തക്കുസ്തായുടെ അനുഭവം ഉണ്ടാകും. സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവിന് പുതിയ പാട്ടുകൾ പാടുവിൻ. കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ചപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ അധികം ഗാനങ്ങളൊന്നും സഭയ്ക്കുണ്ടായിരുന്നില്ല. എന്നാൽ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുമാത്രം പുതിയ ഗാനങ്ങൾ രൂപപ്പെട്ടു. പരിശുദ്ധാത്മാവാണ് ആ ഗാനങ്ങൾ രചിച്ചത്. പരിശുദ്ധാത്മാവാണ് അനേകരെ പ്രീച്ചിങ്ങിനായിട്ട് വിളിച്ചത്. പരിശുദ്ധാത്മാവാണ് പുതിയ സ്വപ്നങ്ങൾ നൽകിയത്.
അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും സഭയെ സന്ദർശിക്കുമ്പോൾ ഇതുവരെയും ചിന്തിക്കാത്ത നവ്യമായ ശുശ്രൂഷകൾ പൊട്ടിവിടരും. ഇതുവരെയും ചിന്തിക്കാത്ത വിധത്തിൽ വ്യക്തികൾ ഉണർത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യും. ഇതുവരെയും ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതകരമായ ശക്തിയുടെ പ്രകടനങ്ങൾ സഭയുടെ എല്ലാ മേഖലകളിലുണ്ടാകും. സഭ വീണ്ടും ഒരു വലിയ സ്വാധീന ശക്തിയായി ലോകത്തിൽ ഉയരും. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ നവ്യമായ സന്ദർശനത്തിന് വേണ്ടി നാം ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഒരു പുതിയ പെന്തക്കോസ്ത, ഒരിക്കൽ കൂടി സ്വർഗത്തിൻ്റെ ആത്മാവ് സഭയെ, വ്യക്തിയെ സന്ദർശിക്കുന്ന അനുഭവം ഉണ്ടാകണം. പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സന്യാസ സമൂഹങ്ങളിലും ഒരു പുതിയ പെന്തക്കോസ്ത വേണം. നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരു പുതിയ പെന്തക്കോസ്ത വേണം. നമ്മുടെ എല്ലാ സഭാ സമൂഹങ്ങളിലും വീണ്ടും ആദ്യ സഭയുടെ ചൈതന്യം ആവർത്തിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. അതിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ മഹത്വം ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം. വീണ്ടും പെന്തക്കോസ്ത. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരേണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.